രണ്ടും കൂവയാ? അവക്ക് കൂവ വാനോ? ഇത് കൂവൻ്റെ അപ്പ? അവക്ക് വാനോ കൂവ? ഹലോ, ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉദ്ഘാടനം ഉണ്ട് കേട്ടോ, പരപ്പനങ്ങാടി. അപ്പോൾ അതിന് പോകണം. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, ഏതാ എന്താന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതിൻ്റെ വിശേഷങ്ങൾ ഉമ്മാന അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മൾ കുറ്റാപ്പീന ഇവിടെ നിപ്പിച്ച് പോകണോ ഞാൻ വിചാരിക്കുന്നത്. നിൽക്കുവാനല്ലേ പഠിച്ചവനറിയാം. എന്നിട്ട് പോയിട്ട് വേഗം വരണം. നാളെ ഞാൻ കോഴിക്കോട് വെച്ച് നടത്തുന്ന പ്രോഗ്രാമുണ്ട്. അതായത് 50ൻ്റെ മുകളിൽ പ്രായമുള്ള ആളുകളുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരു ഡയറക്റ്റ് മീറ്റപ്പ് വെക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏകദേശം ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തൊക്കെ. അപ്പോൾ നാളെയാണ് അതിൻ്റെ മീറ്റപ്പ് കോഴിക്കോട് വെച്ച്. അതിൻ്റെ കുറേ കാര്യം സെറ്റാക്കാനുണ്ട്. ഇത് പോയിട്ട് വേഗം വന്നിട്ട് വേണം അതിനിറങ്ങാൻ. അപ്പോൾ ഉമ്മാനിവിടെ ആക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടാപ്പിനെ ഇവിടെ ആക്കണം. ഞാൻ കുട്ടാപ്പി ഇവിടെ മെല്ലെ നെപ്പിച്ച് പോയിച്ചാലാണ്. ഇതിൻ്റെ ചിക്കിന് അതെൻ്റെ അതെൻ്റെ കൂവമാനോ ഗൈസ്, നല്ല മുട്ടക്കറിയും പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടോ വന്ന. നിങ്ങൾ രാവിലെ എണീച്ചിട്ട് ഇട്ടാ ഇതെല്ലാം? നിങ്ങൾ എന്നെ പോലെ തന്നെയല്ലേ? കുഞ്ഞിനവിടെ വെച്ച് നൈസിൽ പോവാൻ ഇറങ്ങിയതാ ഇനി. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തുള്ള വാതിൽ തുറന്നാ പ്രശ്ന. അപ്പുറം അവനുള്ള ഇങ്ങോട്ട് വന്നാങ്ങ് കൂട്ടണോ? എന്താ ഞങ്ങൾ വേഗം പോയി വരാം. വേഗം ഇങ്ങ് വരാന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അവനെ കൂട്ടാത്ത. അല്ലാണ്ട് ഞാൻ വരാം, നമുക്ക് പോവാം. നിങ്ങൾ പോയി. ഞങ്ങളിതാ ഉദ്ഘാടന വേദി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കടയായിക്കോട്ടെ, ഓഫീസായിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്ത് ഉദ്ഘാടനം ചെയ്യാൻ, വീട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. എന്തിനും മിന്നുവിന് നിങ്ങൾക്ക് ക്ഷണിക്കാം കേട്ടോ. ഞാനൊരു ഡ്രൈവറായിട്ട് പോകുന്നതേ ഉള്ളൂ. എനക്കെന്തെങ്കിലും കൂലിയൊക്കെ തരുമായിരിക്കും. എനക്കെന്താ തരുവാ? ഡ്രൈവറെ കൂലിയില്ലേ? തീർച്ചയായിട്ടും ഉദ്ഘാടനത്തിനൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യില്ലേ? പിന്നോ എനിക്ക് എന്തൊക്കെയാ ഡിമാൻഡ്? എന്തൊക്കെയാ ഡിമാൻഡ്? പിന്നോ ഒരാഴ്ച മുമ്പോ ബുക്ക് ചെയ്യണ്ടല്ലോ? ഒരു മാസം മുമ്പോ? ആ അത് ശരി. അതെ അതെ അതെ, അത് ശരിയാ. വേറൊന്നും പ്രത്യേകമായിട്ടൊന്നും ഇല്ലല്ലേ? ആ, പിന്നെ നോമ്പൊക്കെ അടുത്ത് വരികയാണല്ലോ. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കാം, ലേശം മാക്സി എടുത്തോണ്ടോന്നാലോ. നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങൾ വാങ്ങുമോ? ഈ കണ്ണട അല്ലേ ഉള്ളൂ നോമ്പിന്. ഇപ്പൊ നോമ്പിന് ഇപ്പൊ ലേശം മാക്സി എടുത്ത് വിൽക്കുമെന്നല്ലാണ്ട് വേറെ പരിപാടി ഒന്നും നടക്കുകയല്ല എന്നാ തോന്നുന്നത്. പിന്നെ നമ്മള് പണിക്കാളമാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആള് വിളിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോ ഒരു തമിഴത്തീനായിരിക്കും പുരയിൽ വെക്കുക. അപ്പൊ പിന്നെ എനിക്ക് തമിഴ് അറിയോ? കൊളന്തൈന്നൊക്കെയാ കുട്ടിക്ക് പറയാ കേട്ടോ. കൊളന്ത എങ്ക ഇരിക്കേ എന്നുള്ള ചോദിച്ചാല് ഇനി ബേജാറരുത്, കുട്ടി എവിടെയാണുള്ളത് അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ നല്ലൊരാള് വരട്ടെ. ആരും ഇല്ലാത്ത പോലൊക്കെ നമ്മളോട് തന്നെ നിൽക്കുന്നു അല്ലേ? ഇപ്പോൾ പിന്നെ എപ്പെങ്കിലൊക്കെ പോയാൽ മതി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുകയല്ലോ. മക്കളൊക്കെ വിവാഹം ചെയ്ത് പുറത്ത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ശമ്പളമൊന്നും എന്തെങ്കിലും കിട്ടിയാൽ മതി, ഇല്ലേ മാണ്ടാനേന്നൊക്കെ വിചാരിക്കുന്നു. എന്താ, ഒരു സ്നേഹം ആഗ്രഹിക്കുന്നവരുണ്ടാവുകയല്ലോ. ശമ്പളം ഒന്നും വേണ്ട, കുറച്ച് സ്നേഹം ഒരിട്ട് പറ്റും കിട്ടിയാൽ മതി, നിൽക്കുവാനൊരു സ്ഥലവും വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ? അങ്ങനെ പല ജാതി ആൾക്കാരുള്ള നാടല്ലേ നമ്മളത്. അങ്ങനെയുള്ളതെല്ലാം കിട്ടിയാൽ രക്ഷപ്പെട്ടതിന്. എന്തൊക്കെ ആഗ്രഹം അല്ലേ? ആയിക്കോട്ടെ, പോവുക ഇപ്പം എന്തായാലും തൽക്കാലം. ഇപ്പം ഒന്ന് ഉദ്ഘാടനം ചെയ്ത് വേഗം വരാം. നാളത്തെ പരിപാടിൻ്റെ തിരക്കാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ.
അപ്പോൾ ഗൈസ് നമ്മൾ മുതലാളിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ മുതലാളിൻ്റെ വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ച് നമ്മൾ ഉദ്ഘാടനത്തിന് പോവുകയാണ് അല്ലേ? അതെ. അപ്പോൾ മൂപ്പര ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ. എന്നാൽ പോവാ ഇൻഷാ അല്ലാ. മുന്നേ പറഞ്ഞ പ്രത്യേകം എനിക്ക് ചൂടുള്ള ജ്യൂസേ വേണ്ടു. ജ്യൂസ് കുറച്ച് ചൂടാക്കാൻ പറഞ്ഞ അവൾ ചൂടാക്കി എടുത്ത് വെച്ച. ഹലോ അതിൽ വെച്ചിട്ട് നിങ്ങളാരും കത്തിനെ വിളിക്കുന്ന വലിയ കത്തും അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഭംഗിയായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചിട്ടോ. ഇത് പരപ്പനങ്ങാടിയാണ് വരുന്നത്. പരപ്പനങ്ങാടി നോർത്ത് ഉള്ളണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ലേഡീസിൻ്റെ ഡ്രസ്സാണ്, എല്ലാ തരത്തിലുള്ള ഡ്രസ്സും ഉണ്ട്. ഇൻഷ എന്നാണ് കടേൻ്റെ പേര് കേട്ടോ. ഇതുവഴിയൊക്കെ പോകുന്ന പോലെ ഒന്ന് കയറി നോക്ക്. നല്ല റീസണബിൾ റേറ്റിന് നല്ല അടിപൊളി ടോപ്പും മാക്സിയും ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്ക്, വെറുതെ ആകല്ല. അപ്പോൾ മിന്നോന് നല്ലൊരു ഡ്രസ്സ് ആളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഈ കൂട്ടത്ത് നോക്കിക്കോട്ടാ നല്ലത് എന്തൊക്കെ ഇത് ചെയ്യും. അപ്പോൾ ഗൈസ് മിന്നു മെയിനായിട്ട് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഒരു കാര്യമാണ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. ഓള് ഡിമാൻഡ് ചെയ്ത കാര്യമാണ് ഓളിവിടെ ഉദ്ഘാടനത്തിന് വരുവാൻ തന്നെ. ഞാൻ വരുവാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വന്നെന്താ അറിയോ, ഇതാ ഈ ശർക്കര ഇവിടെ ഉണ്ട്. ഇവരോട് ഒരു ശർക്കര വാങ്ങിയതിന് പിന്നോ ഇവരോട് ഒരു ശർക്കര മുമ്പ് വാങ്ങിയതിന് അതിൻ്റെ ടേസ്റ്റ് അത് പിന്നെ വാവക്ക് കുറുക്കുണ്ടാക്കാൻ ബെസ്റ്റാണ്. ഈ സാധനം വേറെ ഇടയിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ ശർക്കര ഇത് പൊടിച്ചാൽ പൂപ്പൊന്നും പോലോ, ബാക്കിയല്ല ഇത് പൊടിച്ചാൽ പൂപ്പൊന്നും വരാത്തതാണ്. അപ്പോൾ ശർക്കരയും കിട്ടും, ഉദ്ഘാടനം ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവിടെ വന്നത്. എന്തായാലും എന്തായാലും ശർക്കര എത്ര നമ്മളാണ് ശർക്കര മാണ്ടി എടുത്ത് ഇനി ഇവിടെ വരുമേ വാങ്ങാനാവുള്ളൂ. ഇന്നലെ നമ്മൾ വാവ അടിച്ചു വരുന്നൊക്കെ ഒരു ഷോർട്ട് ഇട്ടീനല്ലോ, ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ വാവക്ക് അതിനുള്ള അടിച്ചു വാരിയതിനുള്ള കൂലി ഇവിടുന്ന് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ നല്ല ശർക്കരയായിട്ട് എന്തായാലും ഇത് വലുത് വേണം, വലുത് രണ്ടെണ്ണം എടുത്താൽ മതിയോ? ഓക്കെ ഓക്കെ എത്തൂലേ? ഇത് ഒരു പാക്കറ്റ് എത്ര എത്തിക്ക് എനിക്ക്? കുറേയോ? രണ്ടെണ്ണം എടുത്താൽ ബടക്കായി പോവാ അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് ഈ ഷോപ്പ് ഇൻഷ എന്ന് പറഞ്ഞ ഈ ഷോപ്പ് വരുന്നത് പരപ്പനങ്ങാടി ഉള്ളണം നോർത്ത് അല്ലേ? ഉള്ളണം നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഈ ടേണിങ്ങിൽ നമ്മൾ ലൊക്കേഷൻ ഒക്കെ കാണിച്ചു തരാം, പുറത്തുനിന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ ആ ഒരു ടേണിങ്ങിലാണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പ്, മാക്സികൾ, അങ്ങനെ കിഡ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. വലിയ റേറ്റ് കാര്യമൊന്നുമില്ല, റീസണബിൾ റേറ്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ വരിക, പർച്ചേസ് ചെയ്യുക. ഓക്കെ, പെരുന്നാളൊക്കെ നമുക്ക് ഇവിടെ നിന്നാക്കാം.